JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ സൊസൈറ്റി കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 064/2024 അതിൻ്റെ ശമ്പള സ്കെയിൽ 20, 280, 54, 720 ശമ്പള സ്കെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടുള്ളത്, കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. കട്ട് ഓഫ് മാർക്ക് 26.67 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റിൽ 902 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെൻ്ററി ലിസ്റ്റ് 527 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 12 പേരാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 1441 പേരുടെ ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഹാജരാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ PSC ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. അത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്തുത സർട്ടിഫിക്കറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ഉദ്യോഗാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ പോലും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള, ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്യാനും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ള കാര്യം ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് PSC ആവശ്യപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും ഹാജരാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത ജെന്യൂൻ ആയിട്ടുള്ള യോഗ്യത ആയിരിക്കണം. തുല്യതാ യോഗ്യത വച്ച് ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ PSC പറയുന്ന യോഗ്യതയ്ക്ക് തുല്യത ഇല്ലാതെ വരികയോ ചെയ്താൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഷോർട്ട് ലിസ്റ്റിൽ വന്നതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ, ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഓരോ ഉദ്യോഗാർത്ഥിയും കാണിക്കുന്ന വെരിഫിക്കേഷന് ഹാജരാകുന്ന സമയത്ത് കാണിക്കുന്ന വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ കൃത്യമായി പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ള ഉദ്യോഗാർത്ഥികളെ റിജക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം സൊസൈറ്റി കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ സാധാരണയിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരിയേറെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രസ്തുത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടാതെയോ അല്ലെങ്കിൽ ഇല്ലാതെയോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ട് തയ്യാറാക്കി നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാജരാകേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാജരാകേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.